നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു മാസത്തിലധികമായി, അതായത് 37 ദിവസമായി നടന്നു വരുന്ന LP-ST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം, ആ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടറിയും ഡയറക്ടറും ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അവരുന്നയിച്ച പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒന്ന്, ഈ PSC നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞത്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായം സർക്കാരിനുമില്ല. ഓരോ 3 വർഷവും കൂടുമ്പോൾ അപ്പോയിൻമെൻറ്റ് നടക്കാത്ത ലിസ്റ്റുകൾ നിലനിൽക്കുമ്പോഴും വീണ്ടും വീണ്ടും പരീക്ഷ വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനുകളുടെ കാര്യത്തിൽ ഓരോ ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടന്നതിന് ശേഷമേ പിന്നെ വേക്കൻസി വരുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് വന്നത്. അത് മൊത്തത്തിലെടുക്കേണ്ട തീരുമാനമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്കും യോജിപ്പാനുള്ളത്. പിന്നെ നിലവിലുള്ള ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം എന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം. സാധാരണ നമ്മുടെ ഒരു പ്രാക്ടീസ് കാലാവധി തീരുമ്പോഴാണ് അത് നീട്ടിക്കൊടുക്കുന്നത്. ഏതായിരുന്നാലും ഈ ലിസ്റ്റിന് 2 അധ്യയന വർഷങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇവർ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൻ്റെ കാലാവധി സമയമെത്തുമ്പോൾ നീട്ടിക്കൊടുക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അത് കാലാവധി തീരുന്നവർക്കാണ് കാലാവധി നീട്ടിക്കൊടുക്കുക. പിന്നെയുള്ള 2-3 ഇഷ്യൂസ് ആണ് ഞങ്ങൾ പഠിക്കാൻ സാവകാശം ചോദിച്ചത്. അത് നമ്മൾ അന്നേ പറഞ്ഞിരുന്നത് 2 മാസത്തെ സാവകാശമാണ്. അപ്പോൾ സമരസമിതിയുടെ ഭാഗത്ത് വന്നൊരു നിർദ്ദേശം, ഇത് പിന്നെ അന്ന് പറയുമ്പോൾ 15 ദിവസം മുമ്പ് പറയുമ്പോഴും 2 മാസമാണ് പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചുകൂടി ചുരുക്കണം. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് ആലോചിച്ചപ്പോൾ അവർക്കും ഒരു 45 ദിവസത്തെ സാവകാശം, 1.5 മാസത്തെ സാവകാശമാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുന്നത്. ഒന്ന്, HTV നിയമനം, അതായത് ഹെഡ് മാസ്റ്റർമാർ കൂടുതൽ കുട്ടികളുള്ള 150 കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളിൽ ഹെഡ് മാസ്റ്ററെ ടീച്ചിങ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി അവിടെ വരുന്ന വേക്കൻസി ഇപ്പോൾ ഡെയിലി വേജസിനാണ് വെക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതുകൂടി പുതിയതായി കണ്ട അപ്പോയിൻമെൻറ്റ് നടത്തിക്കൂടെ എന്നുള്ളതാണ് ഒരു തീരുമാനിക്കേണ്ട വിഷയം. അതിലിപ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഡെയിലി വേജസും പെർമനന്റ് പോസ്റ്റിങ്ങും തമ്മിലുള്ളൊരു ചെറിയ സാലറി ഡിഫറൻസ് ഒക്കെ വരും. എന്നിരുന്നാലും അത് ഒന്ന് പരിശോധിച്ച് അതിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കാനാണ് ഞങ്ങൾ ചോദിച്ച ഈ സാവകാശം. മറ്റൊന്ന്, ഇപ്പോഴത്തെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം LP സ്കൂളുകളിൽ 1:30 ആണ്. അത് 1:25 ആക്കണം എന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം. അപ്പോൾ അത് പരിശോധിച്ച് അതിൻ്റെ കണക്കുകളൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെ ഒരു മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാക്കുന്ന അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഇമ്പാക്റ്റ് പരിശോധിക്കണം. അപ്പോൾ അത് ആ ഒരു നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയുമോ ഇല്ലത് എന്നുള്ളതാണ് മറ്റൊരു തീരുമാനമാകേണ്ട വിഷയം. പിന്നെയുള്ളത് ഈ 1:1 എയ്ഡഡ് സ്കൂളുകൾക്കാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അത് അവരുടെ ഒരു ആവശ്യം, സർക്കാരിൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ്. അത് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ്. സർക്കാരിൽ നിയമിതരാകുന്ന ഒരധ്യാപകനും ഡിവിഷൻ ഫാള് കൊണ്ട് പോസ്റ്റ് നഷ്ടപ്പെടുകയില്ല. അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. നിലവിലുള്ള റൂൾസ് അപര്യാപ്തമാണെങ്കിൽ അതിന് പ്രത്യേകമായ റൂൾസ് ആ കാര്യത്തിൽ ഉണ്ടാക്കും. അപ്പോൾ ഈ രീതി ഞങ്ങൾ മുന്നോട്ട് വെച്ച് അവരിങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്നതിൻ്റെ മാക്സിമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾക്കൊണ്ടു. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാമെന്ന് സമരസമിതി സമ്മതിച്ചു. 45 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റും അവർക്ക് നൽകും. അപ്പോൾ അത് പ്രകാരം സമരം അവസാനിപ്പിക്കുകയാണ്. അവരുടെ നിരാഹാരം അവസാനിപ്പിക്കാൻ സന്നദ്ധമായി എന്നുള്ളത് ഞങ്ങളൊരു പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ആശ്വാസമുണ്ട്. കാരണം നമ്മളെ പിന്നെ റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇങ്ങനെ സമരം ഇരിക്കുന്നത് ഞങ്ങൾക്കും അത്ര സന്തോഷമുള്ള കാര്യമല്ല, വളരെ പ്രയാസമുണ്ട്. മാത്രവുമല്ല, നിരാഹാരം എന്ന് പറയുമ്പോൾ അതിലേറെ വിഷമമുണ്ട്. അത് അവസാനിപ്പിക്കാൻ സന്നദ്ധമായി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് കാണുന്നത്.
അപ്പോൾ ആ നിരാഹാരം അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ 45 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ ഒരു നടപടി ആവുമെന്ന് വിശ്വസിക്കുന്നു. 45 ദിവസത്തിനുള്ളിൽ തന്നെ, അത്രയും ദിവസം എടുക്കില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് അനുകൂലമായ നടപടി ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ മടങ്ങുക.